പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ചില ആഴ്ചകളായി ലഹരിക്കടിമകളായ ചില ജീവിതങ്ങൾ ചെയ്തു കൂട്ടുന്ന ക്രൂര കൊലപാതകങ്ങൾ ലഹരിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയുണ്ടായി. ലഹരിക്കെതിരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഈ ക്രൂരമായ കൊലപാതക പരമ്പരകൾ അനുദിനം തുടരുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് വാസ്തവത്തിൽ നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ലഹരിയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന കൊലപാതകങ്ങളും കേരളം എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടിന് അനുദിനം ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഉപ്പയും ഉമ്മയും പറഞ്ഞത് കേൾക്കാതെ സ്നേഹിച്ച ചെക്കൻ്റെ കൂടെ അവനെ വിശ്വസിച്ച് അവനെ സ്നേഹിച്ച് അവൻ്റെ കൂടെ ഒരു ജീവിതം കൊതിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ടതാണ് ആ പെൺകുട്ടി. ഏത് കുടുംബത്തിലെ പ്രശ്നങ്ങളില്ലാത്തത്? മരിക്കാനും ചാകാനും കൊല്ലാനും വേണ്ടി അല്ലല്ലോ ഇറങ്ങി പുറപ്പെട്ടത്, ജീവിക്കാൻ വേണ്ടിയല്ലേ. ചെറുപ്പക്കാരായ അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട് ഏതാനും ചില മാസങ്ങൾ മാത്രം. എന്നിട്ടും ഇത്ര ക്രൂരമായി സ്വന്തം ഭാര്യയെ, ആ പെൺകുട്ടിയെ വെട്ടിക്കൊല്ലാൻ മാത്രം എന്ത് പകയാണ് അവനുണ്ടായത്? അതാണ്, ലഹരിക്കടിമയായാൽ എന്താണ് ചെയ്യുക എന്ന് ആർക്കറിയാം. കുറച്ച് ദിവസം മുമ്പ് താമരശ്ശേരി അടിവാരത്ത് ഒരു ഉമ്മയെ ആഷിഖ് മകൻ വെട്ടി കൊലപ്പെടുത്തി. നമ്മളെല്ലാവരും ആ വാർത്ത വായിച്ചതാണ്. ആ ആഷിഖ് എന്ന വ്യക്തിയും ഈ ഭാര്യയെ വെട്ടിക്കൊന്ന യാസിർ എന്ന വ്യക്തിയും അവർ സുഹൃത്തുക്കളാണെന്നാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. ഇവരെല്ലാം മാരക മയക്കുമരുന്നുകളായ സിന്തറ്റിക് ഡ്രഗ്സുകൾക്ക് അടിമകളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ. താമരശ്ശേരി അടിവാരം സ്വദേശിയായ ഉമ്മയെ ആഷിഖ് വെട്ടിക്കൊന്നതിൻ്റെ നടുക്കത്തിലാണ് സത്യത്തിൽ ഇന്നും ആ നാട്. ആഷിഖിന് 1.5 വയസ്സുള്ളപ്പോൾ അവൻ്റെ പിതാവ് അമ്മയെയും മകനെയും ഉപേക്ഷിച്ച് പോയതാണ്. പിന്നീട് അവനെ വളർത്തിയത് ആ ഉമ്മയാണ്. കൂലിപ്പണിക്ക് പോയിട്ടാണ് ആ ഉമ്മ അവനെ വളർത്തിയത്. അങ്ങനെ വളർത്തി വലുതാക്കി. എന്നാൽ അവൻ ലഹരിക്ക് അടിമയായി തീർന്നു. പലപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. അതിനിടയിൽ ആ മാതാവിന് ക്യാൻസറും പിടിപെട്ടു. ലഹരിക്ക് വേണ്ടി പണം ചോദിച്ചു കൊടുത്തില്ല, അതാണ് അവനെ പ്രകോപിപ്പിച്ചത്. അതിനുശേഷം മാരകമായ ഉപദ്രവം ഏൽപ്പിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പാക്കിയതെന്നാണ് പ്രതി ആഷിഖ് നാട്ടുകാരോട് പറഞ്ഞത്. സ്വന്തം ഉമ്മയെ അറുംകൊല ചെയ്തിട്ടും യാതൊരു ദാക്ഷിണ്യമോ സങ്കോചമോ മനസ്താപമോ ഇല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയുന്നെങ്കിൽ അവൻ ശരിക്കും അവൻ്റെ ബുദ്ധിയെ, സുബോധത്തെ ഈ ലഹരി നശിപ്പിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ യുവാക്കളെ, യുവതികളെ, കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മാരക ലഹരി ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെട്ട് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും സഹോദരനെയും പ്രിയപ്പെട്ടവരെയും അറുംകൊല ചെയ്യാനുള്ള പ്രേരണയാണ് ഈ ലഹരി തരുന്നതെങ്കിൽ ഇത് വേണ്ടെന്ന് വെച്ചുകൂടെ? കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി നല്ല ഭക്ഷണം തന്ന് ഒക്കത്ത് വെച്ചും നെഞ്ചോട് ചേർത്ത് പൊന്നുപോലെ വളർത്തിയ വലുതാക്കിയതല്ലേ അവർ നിങ്ങളെ. ചെയ്യരുതേ, അറുംകൊല ചെയ്യരുതേ. അത് നിങ്ങൾക്ക് പാപമാണ്, ശാപമാണ്. ഏത് വെള്ളത്തിൽ എത്ര കഴുകിയാലും ആ പാപക്കര നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല. കഴിഞ്ഞ 15 വർഷമായി കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് വിധേനയും ഈ ലഹരിയുടെ കുത്തൊഴുക്ക് തടഞ്ഞില്ലെങ്കിൽ ഈ നാടിനെ ഈ ലഹരി നശിപ്പിക്കും. അനേകം കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടും. തോരാ കണ്ണീരും വേദനയുമായി അനേകർ ജീവിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം സൗദിയിൽ ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ 4 പേർ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു. പോലീസ് അധികാരികൾ അവരെ പിടിക്കുകയും കോടതിയിൽ ഏൽപ്പിച്ചു. കോടതി അവർക്ക് ശിക്ഷ വിധിച്ചു. തലവെട്ടിക്കൊല്ലാനാണ് ശിക്ഷ. ആ ശിക്ഷ അവർ നടപ്പാക്കുകയും ചെയ്തു. നടപ്പാക്കുക മാത്രമല്ല, അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരും കാണേണ്ടതിന് വേണ്ടി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. സത്യത്തിൽ ഇതുപോലെ കൊലയ്ക്ക് പകരം കൊല എന്ന നിയമമാണ് ഇവിടെയെങ്കിൽ ഇതിനൊക്കെ കുറച്ചൊക്കെ അറുതി വന്നേനെ.
ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ വെച്ച് 99% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളമാണ്. ഇന്ത്യയുടെ തലച്ചോറെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു സംസ്ഥാനം. പക്ഷേ ഈ ആധുനിക ലഹരി നമ്മുടെ യുവതലമുറയെ അധപ്പതനത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുമ്പോൾ ആ സ്ഥാനമെല്ലാം പോയി പോകാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ യുവതലമുറകൾ നല്ലൊരു ഭാഗവും മൃഗതുല്യരായിത്തീരുകയാണ്. സംസ്കാര സമ്പന്നമായ കേരളം സംസ്കാരശൂന്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, വാസ്തവത്തിൽ ഇത് അനുവദിച്ചുകൂടാ. നമ്മുടെ യുവതലമുറയെ രക്ഷിച്ചേ മതിയാകുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ ഏവരും ഒരുമിച്ച് കൈകോർത്ത് ശക്തമായി ലഹരിക്കെതിരെ പോരാടേണ്ടിയിരിക്കുന്നു. സർവശക്തനായ ദൈവം മനുഷ്യനെ ജ്ഞാനമുള്ളവനായി സൃഷ്ടിച്ചു. എന്നാൽ അവൻ ലഹരി ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെടുത്തി തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ തിന്മയുടെ ശക്തിയായ പൈശാചിക ശക്തിക്ക് അവൻ അടിമയായി തീർന്നിരിക്കുന്നു. ലഹരി വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നിപ്പിക്കുന്നത് ലഹരിയുടെ ആസക്തി പൈശാചികമാണ്. അത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. ഈ ലഹരിയുടെ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉപദേശങ്ങൾക്കോ മരുന്നുകൾക്കോ ഒക്കെ ഒരു പരിധിവരെ കഴിയുകയുള്ളൂ. എന്നാൽ ഈ തിന്മയുടെ ആസക്തിയിൽ നിന്ന്, ഈ തിന്മയുടെ പൈശാചികമായ പിടിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഏറ്റുപറഞ്ഞ് അവനോട് പ്രാർത്ഥിക്കുമെങ്കിൽ യേശു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് വരികയും അവൻ്റെ ജീവിതത്തെ സമൂലമായ പരിവർത്തനത്തിലൂടെ മാറ്റം വരുത്തി ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ അവസരം തരികയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു.